എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്രഭാതത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്തുതി എന്നുള്ള വിഷയത്തിലെ നൽകുന്നതിലൂടെയുള്ള സ്തുതി എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നൽകുന്നതിലൂടെ നാം ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. സ്തുതി എപ്പോഴും നൽകുന്നത് തന്നെയാണ്. എപ്പോഴും സ്തുതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മൾ പാടുമ്പോൾ നൽകുകയാണ്, സ്തുതിക്കുമ്പോൾ നൽകുകയാണ്, നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം കൊടുക്കുന്നതാണ്, നമ്മൾ പ്രസംഗിക്കുമ്പോഴും കേൾക്കുമ്പോഴും സകല കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൂർണ്ണമായ സമർപ്പണമാണ്. നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന, നാം നമ്മെ തന്നെ കൊടുക്കുന്നതാണ്. അത് സ്തുതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ദൈവത്തെ നമുക്ക് തന്നതിൽ നിന്ന്, ദൈവം നമുക്ക് നൽകിയ അനവധി നന്മകൾ, അത് എല്ലാം നമ്മുടെ ആരോഗ്യമാകാം, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സകല വസ്തുക്കളിൽ നിന്നും നാം ദൈവത്തിനായി കൊടുക്കുമ്പോഴൊക്കെയും അതെല്ലാം കൊടുക്കുന്നതെല്ലാം നാം ദൈവത്തിന് ഒരു സ്തുതിയാണ്. ഇവിടെ നാം നമ്മുടെ ധനം മാത്രമല്ല ദൈവത്തിന് കൊടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആളുകൾ അവര് ഒരു ദൈവത്തിന് കാണിക്കയിടാറുണ്ട്. പല സ്ഥലങ്ങളിലും എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ്. അവരെപ്പോഴും ഇപ്പൊ ബസ് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചില്ലിത്തുട്ടുകൾ ഇട്ടു കൊടുക്കുന്നത് കാണാം. പല കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നത് നമുക്ക് കാണാം. കൊടുക്കുന്നതിൽ ഇങ്ങനെ ആളുകളെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ഞാനിത് കൊടുക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ കൊടുക്കുന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, ഈ കൊടുക്കുന്ന കാര്യം അത് എന്റേതാണ്, ദൈവത്തിന് ഇത് ഞാൻ കൊടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ദൈവം എന്നെ സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം, എന്താണ് നാം എന്തെങ്കിലും കൊടുക്കുന്നതാണോ? ഇത് കൊടുക്കുമ്പോൾ ഇതെല്ലാം ആരുടേതാണ് എന്ന് നാം മറന്നു പോകണം. ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്, നമ്മൾ എന്താണ് വാസ്തവത്തിൽ ദൈവവചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ തക്കവണ്ണം നമ്മുടെ ഇന്നത്തെ കുറച്ച് സമയം നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. വാസ്തവത്തിൽ എന്താണ് ഇതിലൊക്കെ നടക്കേണ്ടത്? 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് ആദ്യം വായിക്കാം. 2 കൊരിന്ത്യർ 8:5. അവിടെ 8-ാം അധ്യായം നമ്മൾ വളരെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. മക്കദോനിയ സഭകളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അവരുടെ രീതി, അവരുടെ മനോഭാവം, ഇതൊക്കെ പറയുന്നത് ഒരു ഭാഗമാണ്. അവിടെ മക്കദോനിയ സഭകളോട് 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. കൊരിന്ത്യ സഭയോടാണ് ഈ പറയണത്. പക്ഷേ മക്കദോനിയ സഭകൾക്ക് ലഭിച്ച, അവർ ചെയ്തത് ഒരു മാതൃക പൗലോസ് ഈ കൊരിന്ത്യ സഭയോട് വിവരിക്കുകയാണ്. മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ് ഈ മക്കദോനിയ സഭകൾക്കുണ്ടായിരുന്ന പ്രത്യേകത? കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. ധാരാളം ഔദാര്യം അവർ കാണിച്ചു. അവർ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ അവർ കടന്നുപോയപ്പോഴാണ്. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയെ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. വിശുദ്ധന്മാർക്ക് ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ക്ഷാമം, അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ
പല ദൈവമക്കളും ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ സാഹചര്യത്തിന്റെ നടുവില് ഇവിടെ മക്കെദോന്യ സഭകൾ ചെയ്തതാണ് ഈ പറഞ്ഞത്. അവർ തന്നെ കഷ്ടതയുടെ കഠിനശോധനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ആ സമയം അവരുടെ സന്തോഷ സമൃദ്ധി എന്ന് പറഞ്ഞത് ഇതിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ ഉള്ളിൽ എന്തുണ്ട്? സന്തോഷ സമൃദ്ധിയുണ്ട്. എങ്ങനെ ഒരാൾക്ക് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരാൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് സന്തോഷത്തിന്റെ സമൃദ്ധി എങ്ങനെ ഉണ്ടാകുന്നു? സന്തോഷ സമൃദ്ധിയാണ് ജീവിതത്തിൽ. നമ്മൾ അനവധി ഉദാഹരണങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കാണാൻ സാധിക്കും. വേദനയുടെ നടുവിലായിരുന്ന സമയത്തും പൗലോസും ശീലാസൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരാഗൃഹത്തിൽ തടവിൽ കിടക്കുമ്പോഴും അടിയേറ്റ് മർദ്ദനങ്ങളൊക്കെ ഏറ്റ് കാരാഗൃഹത്തിന്റെ അകത്ത് ആമത്തിൽ അവരിട്ടിരിക്കുമ്പോൾ, കൈയും കാലും അനങ്ങാത്ത അവസ്ഥയിൽ ഇട്ടിരിക്കുമ്പോഴും അവർ പാട്ടുപാടി സ്തുതിക്കുകയാണ് ദൈവത്തെ. കാരാഗൃഹത്തിൽ മറ്റൊരവസരത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പൗലോസ് എഴുതി ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അതിന്റെ 6-ാം വാക്യത്തിൽ ഒക്കെ കാണാൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അതേ അദ്ദേഹത്തിൽ പൗലോസ് പറയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പൊ കഷ്ടതകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിൽ സന്തോഷ സമൃദ്ധി ജീവിതത്തിൽ ഉണ്ട്. സന്തോഷ സമൃദ്ധിയിൽ നിന്നാണ് ഈ മക്കെദോന്യ സഭ ധാരാളം ഔദാര്യം കാണിച്ചതെന്ന് പറയണം. അവിടെ അവർ പ്രാപ്തിക്ക് മീതെയും പ്രാപ്തി പോലെയും ചെയ്തു, പ്രാപ്തിക്ക് മീതെയും ചെയ്തു എന്ന് പറയുന്നത്. അതും അതിനുള്ള കാരണം എന്താണെന്ന് അവിടെ പറയുന്നത് 5-ാം വാക്യത്തിൽ. അത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെയും കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ജീവിതം ഏൽപ്പിച്ചവരാണ്, ജീവിതം ദൈവത്തിൽ ഏൽപ്പിച്ചവരാണ് ഇവർ. ജീവിതം ദൈവത്തിൽ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ, സമ്പത്ത് കൊണ്ട് നമ്മൾ പൈസ കൊടുക്കണോണ്ടോ എന്തെങ്കിലും കാണിക്കിട്ടോണ്ടൊന്നും ഒരു കാര്യവുമില്ല. ജീവിതം ദൈവത്തിന് കൊടുത്തിരിക്കണം. ദൈവത്തിന്റെ ജീവിതം നമ്മുടെ ജീവിതം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ദൈവമുള്ള ബന്ധമുണ്ടോ ജീവിതത്തിൽ? കർത്താവ് യേശുവുമായി നമുക്ക് എങ്ങനെ ബന്ധമുള്ളത്? അവിടെ സുവിശേഷം നമ്മൾ കേട്ടിട്ടുണ്ടോ? കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിച്ചിട്ടുണ്ടോ? യേശുവിനോട് കർത്താവ് സുവിശേഷത്തിൽ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന, ആജ്ഞാപിച്ചിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതിനെ അതുമായിട്ട് ചേർന്നിട്ടുണ്ടോ? നിങ്ങൾ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽപ്പിക്കാൻ കർത്താവ് കൽപ്പിച്ചു. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണോ? പാപങ്ങൾ കഴുകപ്പെട്ട അവസ്ഥയാണോ? മാനസാന്തരം, ജീവിതത്തിൽ ഒരു മാനസാന്തരമുള്ള ജീവിതമാണോ? മാനസാന്തരപ്പെട്ട് യേശുവിനെ നാഥനും രക്ഷിതാവും കർത്താവും എല്ലാമായി ജീവിതത്തിൽ അംഗീകരിച്ചവനാണോ? എൻ്റെ യജമാനൻ, എൻ്റെ കർത്താവ് യേശു ആണെന്ന് ജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തിയാണോ? പാപങ്ങളെ കഴുകിക്കളയുവാൻ സ്നാനമേറ്റ് കർത്താവായ യേശുവിനോട് ചേർന്നവനും യേശുവിനെ ധരിച്ചവനുമാണോ? അങ്ങനെയുള്ളവർക്കാണ് കർത്താവിന് അവരെ കൊടുക്കാൻ പറ്റുന്നത്. യേശുവിനെ അവർ തങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചവരാണ്. ദൈവത്തിന് ഏൽപ്പിച്ച് അവർ ദൈവം കൊടുത്തതിൽ നിന്ന് ദൈവത്തിനായി അവർ കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് സ്തുതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നൽകുന്നതിലൂടെയുള്ള സ്തുതിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെ നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കും. ഉദാഹരണത്തിന് ആദ്യം നമ്മൾ 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ നമ്മൾ പഴയ നിയമത്തിലൊരു ഉദാഹരണം, അവിടെ ദൈവത്തിന്റെ ആലയം പണിയാൻ പോവുകയാണ്. അതുവരെ സമാഗമന കൂടാരമായിരുന്നു.
സമാഗമന കൂടാരത്തിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാവീദിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം. ഞാൻ കൊട്ടാരത്തിൽ കഴിയുന്നു, എൻ്റെ ദൈവമോ സമാഗമന കൂടാരത്തിൽ. ദാവീദിന് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിന്റെ ആ ചിന്തയാണ് ഒരു ആലയം പണിയണം എന്നൊക്കെ. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു ആഗ്രഹം ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിച്ചു, ബോധ്യപ്പെടുത്തി. അങ്ങനെ പണിയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ അനേക രക്തം ചൊരിച്ചിലുകൾ നടത്തിയിട്ടുള്ളതുകൊണ്ട്, അനേക യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നീ പണിയണ്ട, നിന്റെ മകൻ അത് പണിതോളും. അങ്ങനെ ദാവീദ് എല്ലാ കാര്യങ്ങളും മകനെ പണിയാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു ചാപ്റ്ററാണ് 29 അധ്യായത്തിൽ ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 29 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ദേവാലയത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പൊന്ന്, വെള്ളി, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും, താമ്രം, ഇരുമ്പ്, മരം, കല്ല്, മറ്റേ വില കൂടിയ രത്നക്കല്ലുകള്, ഇതെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ദാവീദ്. അതുകൂടാതെ ഈ ഇവിടെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്നും, എന്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനെ കൊടുത്തിരിക്കുന്നു എന്ന് പറയും. ആദ്യ രാജാവ് തന്നെ, ലീഡർ തന്നെ ചെയ്യണത്. അതിനുശേഷം നമുക്ക് കാണാം, അതായത് തുടർന്ന് പിതൃഭവന തലവന്മാരും ഇസ്രായേലിന്റെ ഗോത്രപിതാക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവൃത്തിക്ക് മേൽവിചാരന്മാരൊക്കെയും മനഃപൂർവ്വമായി കൊടുക്കുന്നു എന്ന് പറയാം 6-ാം വാക്യത്തിൽ. അതിനുശേഷം കാണാം, ദേവാലയത്തിൽ വേലയ്ക്കായി അനവധി ആയിരക്കണക്കിന് താലന്തുകൾ സ്വർണം, വെള്ളിയും ഇതൊക്കെയാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും, രക്തങ്ങളും കൈവശമുള്ളവർ അവരെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ജനം 9-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു, ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്രതയോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. കൊടുക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാക്കി. ദൈവത്തിന് കൊടുത്തപ്പോൾ സന്തോഷം, അവർ മനഃപൂർവ്വമായി കൊടുത്തപ്പോൾ കൂടുതൽ സന്തോഷമാണ് അവർ അനുഭവിക്കുന്നത് ഇവിടെ. പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇത് ദൈവത്തിന്റെ മുമ്പിലാണ് ഇതെല്ലാം. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിനായിട്ടാണ് ഇവരിതെല്ലാം സമർപ്പിച്ചത്. എന്നിട്ട് പറയണേ, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്ത് നിനക്കുള്ളതാവുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ദൈവമേ, ഉള്ളതെല്ലാം നിന്റേതാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണം, ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് ദൈവമേ വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുവാനും ശക്തീകരിക്കുവാനും, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവമേ നിന്റെ പ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. ആകയാൽ ഞങ്ങൾ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? ഞങ്ങളിങ്ങനെ മനഃപൂർവ്വമായി തന്നു എന്ന് പറയാനോ സന്തോഷത്തോടുകൂടി തന്നു എന്ന് പറയാനോ വിധത്തിൽ ഞങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് എന്തുണ്ട്? എന്നിട്ട് പറയണം, എന്റെ ജനവും എന്തുള്ളൂ, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കൈവശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ, നിന്റെ കയ്യിൽ നിന്നാണല്ലോ അതെല്ലാം വന്നിട്ടുള്ളത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അവരറിയണത്. അതാണല്ലോ വാസ്തവം. നമ്മൾ ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടൊന്നില്ല. നഗ്നരായി ജനിച്ചു, നഗ്നരായി കടന്നു പോകുന്നു. ഭൂമിയിൽ അനുഭവിക്കുന്നതെല്ലാം അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ശ്വസിക്കുന്ന വായു പോലും ദൈവത്തിൻ്റെതാണ്. കുടിക്കുന്ന വെള്ളം ദൈവത്തിൻ്റെതാണ്. കഴിക്കുന്ന ഭക്ഷണം ദൈവത്തിൻ്റെതാണ്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം വന്ന് ചേരുന്നുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം നിർമ്മിച്ചതാണത്. ഒരു ദിവസം സൃഷ്ടാവായ ദൈവം അതെല്ലാം ഉണ്ടാക്കിയതാണ്. അതൊന്നും നമ്മുടേതല്ല, അതെല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തോട്, ദൈവമേ ഇത് എൻ്റെ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചിട്ട് നിനക്ക് തിരിച്ചു തരുന്നതേ ഉള്ളൂ. അതാണ് നമുക്ക് 29-14 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചത്. അതുപോലെ 29-17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ 17 നമുക്ക് കാണാൻ സാധിക്കുന്നത്, എൻ്റെ ദൈവമേ നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇതെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്, ഞാൻ സന്തോഷത്തോടെ കണ്ടുവരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ മനഃപൂർവമായി, ഇവിടെ ദൈവം പ്രസാദിക്കുന്നത് എവിടെയാണ്? ഒന്നാമത് ദൈവമായിട്ടുള്ള ബന്ധം നാം ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം, എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം അതാണ്. എന്നെ ഞാൻ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ദൈവം എൻ്റെ കയ്യിൽ നിന്ന് അത് ദൈവത്തിന് പ്രസാദമാകുന്നത്. രണ്ടാമത്, ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. പരമാർത്ഥതയോടുകൂടിയാണോ? പരമാർത്ഥത ഇവിടെ, ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനവും മനഃപൂർവമായി തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം ഉണ്ടായത്. ജനം മനഃപൂർവമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചെന്ന് 9 വാക്യത്തിൽ പറയുന്നത്. ഏകാഗ്രതയോടെ മനഃപൂർവമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇനിയും നമുക്ക് നമ്മുടെ എല്ലാത്തിൻ്റെയും നാഥനായ, സർവത്തിൻ്റെയും നാഥനായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നമുക്ക് നോക്കാം. യേശു എങ്ങനെയായിരുന്നു? 2 കൊരിന്ത്യർ 8:9, 2 കൊരിന്ത്യർ 8-ാം വാക്യത്തിൽ യേശുവിലും ഇങ്ങനെ ഒരു സ്വഭാവം അവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനെ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അറിയുന്നുവല്ലോ. എല്ലാമുള്ള ഉടയനാഥനാണ്. സർവവും നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ആകാശം ഭൂമിയും എല്ലാത്തിലും ഉള്ളത്, സകലത്തിലും ഉള്ളതെല്ലാം അവൻ്റെതാണ്. സ്വർഗത്തിലും അവൻ സമ്പന്നനാണ്. അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ, എന്ന് വെച്ചാൽ അവൻ ഇറങ്ങി വന്നത്, ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനെ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുള്ളൂ. എല്ലാം ഉപേക്ഷിച്ചു വന്നവനാണ് യേശു. യേശുവിന്റെ മനോഭാവം നമ്മളെ സമ്പന്നരാക്കാൻ അവൻ ദരിദ്രനായി തീർന്നു. ഇതിന്റെ കൂടെയാണ് ഈ പൗലോസ് ഈ കാര്യം പറയണത്. മക്കെദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച്. അവരുടെ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി ധാരാളം, അതായത് മഹാ ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു എന്ന് പറയണതാണ്. അവർക്ക് സന്തോഷ സമൃദ്ധി ഉണ്ടായി. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച്
അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അവർ ദൈവം അവർ താല്പര്യത്തോടെ കൊടുത്തു എന്നുള്ളതിന് പൗലോസ് പറയുന്നത് ഞാൻ അതിന് സാക്ഷിയാണ്. കാരണം പലപ്പോഴും കൊടുത്തു വിട്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലേക്കും കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പോസ്തലന്മാരായ ഇല്ലെങ്കിൽ പൗലോസിന്റെ എല്ലാം കയ്യിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിലെല്ലാം കാണാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ച പോലെ നിങ്ങൾ ചെയ്യുവൻ. ഞാൻ വന്ന ശേഷം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് തന്റെ പക്കൽ വെച്ചുകൊള്ളണമെന്ന് പറഞ്ഞതാണ്. ഞാൻ വന്ന ശേഷം നിങ്ങൾ ഒരു ശേഖരം എടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെയൊക്കെ 1-ാം നാൾ തോറും ഇത് ചെയ്തു വെച്ച് നോക്ക് നിങ്ങൾ. കാരണം ഞാൻ വന്നിട്ട് അന്നേരം എടുത്തുകൊണ്ട് പൊക്കോളാം. അവിടെ ബുദ്ധിമുട്ടില് കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, ക്ഷാമത്തിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട്. അവിടെ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മശേഖരം അന്ന് ആ സമയത്ത് വേണ്ടി ക്രമീകരിച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇതാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും എല്ലാം ആ നൽകുന്നതിന്റെ ആ ഉത്തമ ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഇത് മറന്നു പോകാത്തൊരു വിഷയം ഇതാണ്. മറന്നു പോകാൻ പാടില്ലാത്തൊരു വിഷയമാണ്. സ്തുതിയും നന്ദിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം. ഈ പാഠത്തിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മൂന്ന് പ്രധാനപ്പെട്ട തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ്. അതിൽ ഒന്നാമത് ഇതാണ്, ദൈവത്തിന്റെ പരമോന്നതമായ ഉടമസ്ഥത അവർ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരമോന്നതമായ ഉടമസ്ഥത. കാര്യം നമ്മളാണ്, നമ്മുടെ കയ്യിൽ നിന്നാണ്, നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് കൊടുത്തത്. പക്ഷേ അതിന്റെ പിന്നിൽ എപ്പോഴും ചിന്തിക്കേണ്ട, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന്റെ പരമോന്നതമായ അധികാരം, പരമോന്നതമായ ദൈവത്തിന്റെ ഉടമസ്ഥത നമ്മൾ മനസ്സിലാക്കണം. അതിന് ചില വാക്യങ്ങൾ നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കാണുകയുണ്ടായി. 1 ദിനവൃത്താന്തത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിന് സന്തോഷ സമൃദ്ധിയോടുകൂടി ദാവീദും സർവ്വജനവും, അത് സഹസ്രാധിപന്മാരും പ്രഭുക്കന്മാരും ഗോത്രത്തലവന്മാരൊക്കെ കൊടുക്കുകയാണ് ദൈവത്തിന്. അത് കൊടുക്കുമ്പോൾ അവർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവമേ ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ തന്നതേ ഉള്ളൂ എന്ന് അവർ ബോധ്യപ്പെട്ടു. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത് കൊടുത്തതെന്നാണ് അവർ പറഞ്ഞത്. അതുകൂടാതെ നമുക്ക് സങ്കീർത്തന പുസ്തകങ്ങളിൽ നമുക്ക് 24-ാം അധ്യായം, അതിലെ സങ്കീർത്തനം 24-ന്റെ 1-ാം വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സങ്കീർത്തനം 24-ന്റെ 1-ല് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഈ ഭൂമി മുഴുവനും അവൻ്റെതാണ്. അതിന്റെ പൂർണ്ണത മുഴുവനും, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, സകല സമ്പത്തും ഉണ്ട് അതിനകത്ത്. അതെല്ലാം യഹോവയ്ക്കുള്ളതാണ്, ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് അതെല്ലാം ഉണ്ടാക്കിയത്, ഉടയവൻ. അവനാണ് അതിന്റെ ഉടമസ്ഥൻ. തിരിച്ചറിയണം. ഈ കാര്യങ്ങളുടെ എല്ലാം ഓണർ ദൈവമാണ്. അത് തിരിച്ചറിയണം നമ്മൾ. 89-ാം സങ്കീർത്തനം 11-ാം വാക്യത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 89-ാം സങ്കീർത്തനം 11-ല് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളത്, ഭൂതലവും അതിന്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവമാണ് എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഭൂമിയിലുള്ളത് മാത്രമല്ല, ആകാശത്തിലുള്ളതും. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യര് ഈ ലോകത്ത് നിന്ന് ബഹിരാകാശ പേടകങ്ങളൊക്കെ ഉണ്ടാക്കി ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോകാൻ തിടുക്കം കൂട്ടുന്നുണ്ട്. പോകാൻ കാരണം എന്താണ്? വിലപിടിപ്പുള്ള പലതും അവിടെ നിന്ന് കിട്ടും എന്നും പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നതും ആരുടേതാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ
അതും ആരുടേതാണ്? ദൈവം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇവിടെ പറയുന്ന വാക്ക് അതാണ്. ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളതാണ്. ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം ദൈവത്തിൻ്റെതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യോബിന്റെ പുസ്തകം 41:11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോബിന്റെ പുസ്തകം 41 ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാൽ ആകാശത്തിന് കീഴെയുള്ളതൊക്കെയും എന്റേതല്ലോ. ദൈവം പറയാണ്, എനിക്ക് ആരെങ്കിലും കടം തന്നിട്ടുണ്ടോ? എനിക്ക് കടം തന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻകൂട്ടി തന്നത് ആരാണ്? എന്നിട്ട് ദൈവം പറയാണ്, ആകാശത്തിന് കീഴുള്ളതൊക്കെയും എന്റേതല്ലോ, അതിന്റെ എല്ലാം ഓണർ, ഉടമസ്ഥൻ ഞാനാണ്. ഇതെല്ലാം എന്റേതല്ലോ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പരമോന്നതമായ അധികാരം, ഉടമസ്ഥത നമ്മൾ ആദ്യം തിരിച്ചറിയണം. എപ്പോഴും ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ. 2 Corinthians 9:10 നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും അധ്വാനം, ആ അധ്വാനത്തിൽ ദൈവം നമുക്ക് അതിൽ സമൃദ്ധി എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അവിടെ വിതയ്ക്കുന്നവന് വിത്ത്, ഈ വിത്ത് എവിടെ നിന്ന് കിട്ടി? വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിതയ്ക്കുന്നത് തന്നെ അത് ഒരു വിളവ് വർധന ഉണ്ടാണെങ്കിൽ 30%, 60%, 100%, ഇല്ലെങ്കിൽ ആ 100 മേനി എന്നൊക്കെ കർത്താവ് പറഞ്ഞ പോലെ വർധന ഉണ്ടാകുന്ന ഒരു വിത, കൊയ്ത്ത്, ഇതിലെല്ലാം ഒരു അനുഗ്രഹം, ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിതച്ചാൽ കാലാവസ്ഥ മോശമായാൽ കൃഷി നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. അപ്പൊ ദൈവം തക്ക സമയത്ത് മഞ്ഞും മഴയും സൂര്യനെയും എല്ലാം തന്നുകൊണ്ട് ദൈവം നമ്മുടെ വിത, കൊയ്ത്ത് എല്ലാം അനുഗ്രഹിക്കുകയാണ്. നമ്മൾ രാവിലെ എണീറ്റ് അഹങ്കാരത്തോടുകൂടി ഞാൻ നിവർന്ന് നിന്ന് ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ അധ്വാനിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കാശുണ്ടാകുന്നു എന്ന് പറയാൻ ഒന്നുമില്ല. ഈ ആരോഗ്യം തന്നതാരാണ്? ഇത് ചെയ്യാനുള്ള ബുദ്ധി തരുന്നതാരാണ്? ഈ കഴിവ് തരുന്നതാരാണ്? വാതിലുകൾ തുറന്നു തരുന്നതാരാണ്? എല്ലാം ദൈവമാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു. അതുകൊണ്ട് അത് നമ്മൾ കൃഷിക്കാരായാലും ശരി, മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും ശരി, നമുക്ക് ദൈവം വാതിലുകൾ തുറക്കുമ്പോഴാണ്, ദൈവം സമൃദ്ധി തരുമ്പോഴാണ് ദൈവം നമുക്ക് ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, മനുഷ്യർ വെറും കാര്യസ്ഥന്മാർ മാത്രമാണ്. ആ ബോധം നമുക്കുണ്ടാകണം. കാരണം ഉടമസ്ഥനായ ദൈവമാണ്. താലന്തുകളുടെ ഉപമ കർത്താവ് പഠിപ്പിച്ച പോലെ, യജമാനൻ വിദേശത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് വിളിച്ചിട്ടും 3 പേരെ വിളിക്കുകയാണ്. ഒരുത്തനെ 2 കൊടുത്തു, ഒരുത്തന് 5, ഇല്ലെങ്കിൽ ഒരുത്തന് 1 കൊടുത്തു, ഒരുത്തന് 2 കൊടുത്തു, ഒരുത്തന് 5 കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവർ വ്യാപാരം ചെയ്യണമായിരുന്നു. ഏൽപ്പിച്ചിട്ട് പോയി, കാര്യസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് കാര്യങ്ങൾ. അതുപോലെയാണ് നമ്മുടെ കയ്യിൽ, നമ്മുടേതല്ല ഇതൊന്നും, നമ്മുടെ കയ്യിലേക്ക് വരമേൽപ്പിക്കുന്നത് പോലെ തന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 കൊരിന്ത്യർ 9:7-8 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 9:7-8 അവിടെ പറയുന്നത്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഇത് സന്തോഷത്തോടുകൂടിയാണ്, സങ്കടത്തോടെ അല്ല,
നിർബന്ധത്താലല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മള് അയ്യോ ഇത് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും, ഇത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ശാപം വരും, അതുകൊണ്ട് ഞാൻ കൊടുത്തേക്കാം. നിർബന്ധം ഇല്ലെങ്കിൽ സങ്കടം. ഒരിക്കലും അങ്ങനെയുള്ള ആരെയും ദൈവം പറയണത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സന്തോഷം നൽകുന്നത് സ്തുതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. നൽകുന്ന കാര്യം സ്തുതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സന്തോഷത്തോടെ അല്ല നമ്മൾ സ്തുതിക്കേണ്ടത്. സ്തുതി എപ്പോഴും സന്തോഷത്തോടു കൂടി ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. സന്തോഷത്തോടെ കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ദൈവത്തിന് പ്രസാദം വരുന്നില്ല. കാരണം പരമാർത്ഥതയോടുകൂടി ഇവിടെ ഒന്ന് ദിനവൃത്തത്തിൽ നമ്മൾ 29 അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? നീ പരമാർത്ഥ ഹൃദയത്തിൽ നീ പ്രസാദിക്കുന്ന ദൈവമാണ്. പരമാർത്ഥ ഹൃദയത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നീ. അവിടെയാണ് പ്രധാന പോയിന്റ്. അതുകൊണ്ട് ഇവിടെ സകല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് ദിനവൃത്താന്തത്തിൽ 29 അധ്യായത്തിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ദൈവത്തിന് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഉടമസ്ഥൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, നൽകുന്നതിലൂടെയുള്ള സ്തുതി മനുഷ്യന് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. നമ്മൾ നൽകുമ്പോൾ ഒരു അനുഗ്രഹമാണിത്, നൽകുന്നതിലൂടെയുള്ള സ്തുതിയാണിത്. ഇത് ദൈവസ്തുതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നൽകുന്നതിലൂടെയുള്ള സ്തുതി മനുഷ്യന് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. നമ്മളത് ഒന്ന് ദിനവൃത്താന്തം 29 അധ്യായത്തിൽ 20-22 വാക്യങ്ങളൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 29-20 മുതൽ 22 വരെ. പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. പിന്നെ അവർ യഹോവയ്ക്ക് ഹനനയാഗങ്ങളെ അർപ്പിച്ചു. പിറ്റേന്നാൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1000 കാളയെയും 1000 ആട്ടുകൊറ്റനെയും 1000 കുഞ്ഞാടിനെയും അവയുടെ പാനീയയാഗങ്ങളെയും എല്ലാ ഇസ്രായേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളും കഴിച്ചു. അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദിന്റെ മകനായ ശലോമോനെ 2ാം പ്രാവശ്യം രാജാവാക്കി. അങ്ങനെ യഹോവയ്ക്ക് പ്രഭുവായിട്ടും സാദോക്കിനെ പുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തു. ഓക്കെ, നമുക്ക് വളരെ സന്തോഷത്തിന്റെ അവസ്ഥയാണ്. ഈ ജനമെല്ലാം അവിടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ദാവീദ് രാജാവ് അത് ചെയ്തു. പ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ഗോത്രത്തലവന്മാരും ഒക്കെ ചെയ്ത് ജനവും സകലതും ദൈവത്തിന് വളരെ സന്തോഷത്തോടുകൂടി മഹാസന്തോഷത്തോടുകൂടി അവരെല്ലാം ഇതിൽ പങ്കെടുത്തു. അവരങ്ങനെ ചെയ്തപ്പോൾ അവിടെ വലിയ സന്തോഷ സമൃദ്ധി ഉണ്ടായി. ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഇതെല്ലാം ഞങ്ങളുടേതല്ല, ഇതെല്ലാം നിന്റേതാണ്, ഇതെല്ലാം നിന്റേത് തന്നെയാണ്, ഞങ്ങൾക്കൊന്നുമില്ല, നീ ഞങ്ങളുടെ കൈ തന്നു, ഞങ്ങൾ ദൈവമേ നിനക്ക് തിരിച്ചു തരുന്നു, ഈ കാര്യത്തിൽ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾ വെറും കാര്യസ്ഥന്മാർ മാത്രമാണ്. ദൈവം കയ്യിലേക്ക് തന്നപ്പോൾ ഇതിനെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള കാര്യസ്ഥത മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ബുദ്ധിയോടും ജ്ഞാനത്തോടും വിവേകത്തോടും ദൈവത്തിന് പ്രസാദമുള്ള കാര്യത്തിൽ, ദൈവത്തിന് പ്രസാദമായ വിധത്തിൽ ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനമാണ് ഇതിന് ആവശ്യം. ആ ജ്ഞാനമാണ് ഇവർ മനസ്സിലാക്കിയത്. ആ ബോധ്യത്തോടു കൂടിയാണ് ദൈവമേ ഇതെല്ലാം നിന്റേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ വെറും കാര്യസ്ഥന്മാർ മാത്രമാണ്. മാത്രമല്ല തിരിച്ചറിഞ്ഞത്, എന്റെ ദൈവമേ നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നീ. അപ്പം നീ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ ശോധന കൊടുക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവമേ പരിശോധിക്കുന്നു. ഞങ്ങളെ കാണുമ്പോൾ അറിയാം ദൈവമേ ഞാൻ സന്തോഷത്തോടുകൂടിയാണ് കൊടുത്തത്, സങ്കടത്തോടു കൂടിയാണ് കൊടുത്തത്, അതോ നിർബന്ധിച്ചാണ് കൊടുത്തത്. നമുക്കറിയാം അനന്യാസും സഫീറൊക്കെ എന്ത് സംഭവിച്ചു? അവരോടൊന്നും ചോദിച്ചില്ല. 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ സഭ ആരംഭിക്കുന്ന സമയമാണ്. അവര് കപടത്തോടുകൂടി, ഇത് അവരോട് ചോദിച്ചതല്ല, പക്ഷെ അവർ പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് ദോഷം ചെയ്തു. ദമ്പതികൾ രണ്ടുപേരും മരിക്കാനിടയായി.
അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഇത് ദൈവത്തിൻ്റെതാണ്, ഇത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, കാര്യസ്ഥത കാര്യവിചാരകത്വം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിവേകത്തോടും ജ്ഞാനത്തോടും ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടും ദൈവത്തിന് പ്രസാദമായ രീതിയിലാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്. അത് നമ്മളോട് ദൈവം ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, നിർബന്ധമായിട്ട് ദൈവം നമ്മളോട് ചോദിച്ചു വാങ്ങുന്നില്ല. പക്ഷേ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ സന്നിധിയിൽ മനഃപൂർവ്വമായി സമർപ്പിക്കപ്പെട്ടവർ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ പൗലോസ് പ്രത്യേകം എടുത്ത് കൊരിന്ത്യ സഭയോട് ഓർമ്മിപ്പിക്കുന്നത് അതാണ്. അവരുടെ സന്തോഷ സമൃദ്ധി, അവരാദ്യം ദൈവത്തിനും, അവർ തങ്ങളെ തന്നെ ദൈവത്തിനും പിന്നെ ദൈവേഷ്ടപ്രകാരം ഞങ്ങൾക്കും ഭരമേൽപ്പിച്ചു വരും. വളരെ മനോഹരമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മക്കൾ ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ മക്കൾക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം അവർ ദൈവവുമായിട്ട് ബന്ധത്തിലേക്ക് വന്നവരാണ്, പാപങ്ങളുടെ ശുദ്ധീകരണം നേടിയവരാണ്, രക്ഷയിലേക്ക് അവർ വന്നവരാണ്, അതിന്റെ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് പാപഭയമില്ല, അവർക്ക് ദുർമനസാക്ഷി ഇല്ല അവിടെ. കാരണം എബ്രായത്തിലെല്ലാം കാണിച്ച് അവർ ദുർമനസാക്ഷി നീക്കുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാണ്, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരാണ്. അതായത് സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേർന്നവരാണ് അവർ. യേശുവിന്റെ നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് അവർ. അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ട്. അവർക്ക് മറ്റെന്തിനേക്കാളും വലിയ നിക്ഷേപമുള്ളവരാണ് അവർ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹം ലഭിച്ചവരാണ് അവർ. ഏറ്റവും വലിയ സമ്പത്തിന് ഉടമകളാണ് അവര്. സർവത്തിന്റെയും നാഥനായ, സർവത്തിന്റെയും സമ്പന്നനായ പിതാവിന്റെ മക്കളാണ് അവര്, അവകാശികളാണ് അവര്. അതുകൊണ്ട് ഭൂമിയിലുള്ള കാര്യത്തെക്കുറിച്ചല്ല അവരുടെ ശ്രദ്ധ മുഴുവനും. അവർ വലിയ ആത്മീയ സമ്പത്തുള്ള മക്കള്. അവരുടെ കയ്യിലേക്ക് ദൈവം പരമേൽപ്പിച്ച വിഷയങ്ങളെ കുറിച്ച് അവർ നല്ല ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു ബോധമാണ് ദൈവത്തിന്റെ മക്കള് ദൈവത്തിന് നൽകുന്നതിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഇടവരുന്നത്. അതുകൊണ്ട് സകലത്തിലും അവർക്ക് തൃപ്തിയുണ്ട്. 2 കൊരിന്ത്യർ 9:8 പറയുന്ന പോലെ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയാണ്. അയാളുടെ എല്ലാ പ്രവൃത്തികളും വർദ്ധിക്കുന്നു. ആ വ്യക്തിക്ക് ദൈവത്തിന്റെ കൃപ കൂടുതൽ നൽകുകയാണ്. ദൈവത്തിന് അധികം മഹത്വം ഉണ്ടാകുകയാണ്. അവരുടെ ജീവിതത്തിലും ദൈവം അവരെ കരുതും. വിശുദ്ധന്മാരുടെ മുട്ടുതീരും. ദൈവത്തിന് അനവധി സ്തോത്രങ്ങൾ വരുവാൻ കാരണമാകും. ഇതാണ് അവിടെ എല്ലാം ഊന്നി പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത്, അത് ദൈവത്തിന്റെ കൃപയാൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ഒരു സ്തുതിയുടെ പ്രകടനമായി ധർമ്മശേഖരത്തെ നമ്മൾ കാണണം. അതുകൊണ്ട് നല്ല മനോഭാവത്തോടുകൂടിയാണ് ദൈവത്തിന് സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. 1 തിമോത്തി 1:5 പറയുന്ന പോലെ എല്ലാറ്റിനും ഉപരിയായി ഒരു ശുദ്ധമായ മനസാക്ഷി, ഒരു ശുദ്ധമായ ഹൃദയം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇവിടെ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് അവർ കൊടുക്കുമ്പോൾ, അവർ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്ര സന്തോഷം ഉണ്ടാവുന്നത്, ഇത്ര ആനന്ദം ഉണ്ടാവുന്നത്. അവർ മനുഷ്യർക്കല്ല, ദൈവത്തിനാണ് അവർ നൽകുന്നത്. മാത്രമല്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ അവർ ആദ്യം തിരിച്ചറിയാൻ, ഇതെല്ലാം ദൈവമേ നിന്റേതാണ്, ഞങ്ങളിത് കാര്യസ്ഥന്മാർ മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ, നൽകുന്നതിലൂടെ മനുഷ്യനെ, അതിലൂടെ ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലെ ഈ സ്തുതിയിൽ നിന്നുള്ള വിഷയവുമായിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ഈ വിഷയവും നമ്മൾ ഒരു യഥാർത്ഥമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.